കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനമില്ല. വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത് തടയാൻ ആശുപത്രി സൂപ്രണ്ടിന്റെ നിർദ്ദേശം. ആശുപത്രിയിലെ വീഴ്ചകൾ പൊതുജനം അറിയുന്നുവെന്ന കാരണം പറഞ്ഞാണ് സൂപ്രണ്ടിന്റെ നിർദ്ദേശം. അനൽക സെയ്തുണ്ട് വിശദാംശങ്ങളുമായി. അനൽക, വളരെ വിചിത്രമായ ഒരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല, കോഴിക്കോട് നിന്ന് പല വിധത്തിലുള്ള ആശുപത്രിയും മരുന്നുകളും ഒക്കെയുമായി ബന്ധപ്പെട്ട് പലവിധ വാർത്തകൾ വരികയും ചെയ്തിരുന്നു ഈ അടുത്തിടെ. ഇത് ഇപ്പോൾ ഈ സൂപ്രണ്ടിന്റെ നിർദ്ദേശം എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അതിൽ മാധ്യമപ്രവർത്തകരുടെ അവിടുത്തെ ഒരു റെസ്പോൺസ് ഒക്കെ ഏത് തരത്തിലാണ്? കോഴിക്കോട് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ സൂപ്രണ്ടാണ് ഇത്തരത്തിലൊരു വിചിത്ര നിർദ്ദേശം സുരക്ഷാ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് ആശുപത്രി കോമ്പൗണ്ടിലെത്തുന്ന മാധ്യമ പ്രവർത്തകരെ തടയാനാണ് സുരക്ഷാ ജീവനക്കാർക്ക് ഇത്തരത്തിൽ മീറ്റിംഗിൽ, അതായത് ഇന്ന് നടന്ന യോഗത്തിനകത്ത് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് നിരന്തരം ഈ ചികിത്സ നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ നമ്മളടക്കം അത് വാർത്തയാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിൽ നിർദ്ദേശം സൂപ്രണ്ടിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശരിക്കും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച വിചിത്ര നിർദ്ദേശം ആശുപത്രി സൂപ്രണ്ട് നൽകുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആശുപത്രി സൂപ്രണ്ട് അടക്കമുള്ളവരുടെ വീഴ്ചകൾ കാരണം ആശുപത്രിക്കെതിരെ നിരവധി പരാതികൾ ഉയരുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം വാർത്തകൾ പുറത്തു വരാതിരിക്കാനും പരാതിക്കാരുടെ അഭിമുഖങ്ങൾ ആശുപത്രി മുറ്റത്ത് നിന്നും ശേഖരിക്കാതിരിക്കുവാനുമാണ് സൂപ്രണ്ട് ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയതെന്നാണ് അവർ നൽകുന്ന വിശദീകരണം. അതുമായി ബന്ധപ്പെട്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. HMC, അതായത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അറിയാതെയാണ് ഇത്തരത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർക്ക് ഈ സൂപ്രണ്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നാളെ നടക്കുന്ന HMC യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്നാണ് കൊടുവള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മാസ്റ്റർ നമ്മളോട് സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചെത്തിയ കുട്ടികൾക്ക് ശരി, അനൽക, വ്യക്തമാണ്.